നമസ്കാരം. വിജയ് വീഥിയുടെ പുതിയൊരു വിജയിച്ച എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിജയ് വീഥിയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലുള്ള നീലേശ്വരത്ത് സ്ഥിതി ചെയ്യുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള അനുപമ ടെക്സ്റ്റൈൽസിൻ്റെ പാർട്ട്ണർ ശ്രീ വേണുവാണ്. അദ്ദേഹത്തിന് നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം വേണു ചേട്ടാ. ഈ ടെക്സ്റ്റൈൽസ്, നമ്മൾ അനുപമ ടെക്സ്റ്റൈൽസ് എന്ന് ഞങ്ങളിവിടെ അടുത്ത് ചോദിച്ചപ്പോൾ വഴി ചോദിക്കാൻ തന്നെ പെട്ടെന്ന് ആൾക്കാർ പറഞ്ഞു തരുമായിരുന്നു. അതവിടെ ആ ബിൽഡിങ്ങാണ്, പാലത്തിൻ്റെ സൈഡിൽ. വളരെ പെട്ടെന്ന് നമ്മളത് മനസ്സിലാക്കിയത്. കാരണം ഇങ്ങനൊരു പേരെടുക്കാൻ വേണ്ടി എത്രത്തോളം നാളായി ഇത് ആരംഭിച്ചിട്ട്? ഇത് 1978 തുടങ്ങിയ ഒരു കടയാണ്. ചെറുതായി തുടങ്ങിയ കടയാണ്. ആദ്യം ഒരു ഷട്ടറിൽ, പിന്നെ 2 ഷട്ടറിൽ, 3 ഷട്ടറിൽ, പിന്നെ 78 തുടങ്ങിയ സ്ഥാപനമാണ്. അപ്പം എനിക്ക് തോന്നുന്നു അന്ന് നീലേശ്വരമൊക്കെ നീലേശ്വരത്ത് അന്ന് ചെറിയ കുറേ കടകളുണ്ടായിരുന്നു. ഇപ്പോൾ അന്ന് തുടങ്ങിയ കടകളൊന്നും ഇന്ന് ഇല്ല. ഇപ്പോൾ പുതിയ പുതിയ കടകൾ ഒരുപാട് വന്നു. നമ്മൾ പഴയ അതേപോലെ ഇന്നും ഉണ്ട്. ഇതിൻ്റെ സ്ഥാപകൻ എം കൃഷ്ണൻ പറഞ്ഞ ആളാണ്. പിന്നെ നടത്തിയതൊക്കെ എൻ്റെ ഏട്ടനാണ്. ഏട്ടൻ ഒരു 5-8 വർഷം ഏട്ടൻ നടത്തി. പിന്നെ ഏട്ടൻ മരിച്ചതിന് ശേഷം ഏകദേശം 22 കൊല്ലത്തോളം ഞാനാണ് നോക്കിയത്. അപ്പം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു കോളേജിൽ പ്രീ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏട്ടൻ മരിച്ച സമയത്ത് ഞാൻ ഈ കടയിൽ അന്ന് മുതൽ കട നോക്കി നടത്തുന്നു. പിന്നെ ഇങ്ങനെ ഒരു മേഖലയിലേക്ക് വരാനുള്ള കാരണം, ചെറിയ കട ഈ ബിൽഡിങ് പൊളിക്കുന്നതിന് മുമ്പ് ഈ കട ഇതിലൊരു ചെറിയൊരു തുണിക്കട ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒയ്യാൻ വേണ്ടി ഈ കട തുണിക്കടയാകും, അത് ഒയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഈ കട എടുക്കുമെങ്കിൽ നമ്മൾ ഒയ്യാം. അങ്ങനെ ഈ കട വാങ്ങി. അന്ന് ചെറിയൊരു കടയായിരുന്നു, ചെറിയ പണ്ടത്തെ ചെറിയൊരു ഈ കൂടൊക്കെ വെച്ചിട്ടുള്ള പോലത്തെ കടയാണ്. അത് വാങ്ങി നമ്മൾ ഇത് ഇത്രയും വലുത് വിപുലീകരിച്ച് കൊണ്ടുവന്നു. പിന്നെ ഇവിടെ എന്തൊക്കെ ടൈപ്പ് തുണികളുണ്ട്? ആർക്കൊക്കെ, അതായത് ഫാമിലികളെല്ലാം? എല്ലാ സാരീസ് ഉണ്ട്, റെഡിമെയ്ഡ് ഉണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്. ഓൾ ടെക്സ്റ്റൈൽസ് ഐറ്റംസ്, റെഡിമെയ്ഡ് ഐറ്റംസ് എല്ലാം ഉണ്ട്. ഏറ്റവും ഈ മൂവ്മെൻ്റ് ഉള്ളത് സാരി റെഡിമെയ്ഡാണ്. റെഡിമെയ്ഡ്. ഈ റെഡിമെയ്ഡ് എന്ന് പറയുമ്പോൾ പല അളവായിരിക്കുമല്ലോ? എല്ലാ അളവിലുള്ള റെഡിമെയ്ഡും ഉണ്ട്. ചെറിയ കുട്ടികൾ, വലിയ കുട്ടികൾ എല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് തയ്ച്ചൊക്കെ, അതായത് ഇപ്പോൾ ടൈറ്റ് കുറവാണെങ്കിൽ, ലൂസ് ആണെങ്കിൽ അതൊക്കെ ടൈറ്റ് ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. നമുക്കറിയാം നീലേശ്വരത്ത് തന്നെ എനിക്ക് തുണിക്കടയിൽ ഏറ്റവും ആദ്യം ഉള്ളത് അനുപമ ടെക്സ്റ്റൈൽസ്. അതിന് മുമ്പേ കുറേ കടകളുണ്ടായിരുന്നു, അല്ല പൂട്ടി പഴയതായിട്ട് നിൽക്കുന്ന കടകൾ, ഇത്രയും പഴയതായിട്ട് നിൽക്കുന്ന ചെറിയ മറ്റു കടകളുണ്ട്. പക്ഷെ ഇത്രയും നന്നായിട്ട് കൊണ്ടുപോകുന്ന കടകൾ നമ്മളാണ് വിശ്വാസം. അതാണ് അങ്ങനെ ഒരു കൊണ്ടുപോകാനുള്ള ഒരു ധൈര്യം. പിന്നെ ധൈര്യം വെച്ചാൽ നമ്മൾ ഓരോ കാലത്തിനനുസരിച്ച് വേണ്ടുന്ന മാറ്റങ്ങൾ വരുത്തിയും പുതിയ പുതിയ ഡിസൈനുകൾ കൊണ്ടുവരും. റെഡിമെയ്ഡ് ആണെങ്കിൽ പഴയത് പിന്നെ റിഡക്ഷൻ സൈഡിൽ തള്ളിയും പുതിയ പുതിയ ഐറ്റംസ് കൊണ്ടുവരുന്നത്. അങ്ങനെ വിലയൊക്കെ കറക്റ്റായിട്ട് കൽക്കത്തയിൽ നിന്നും ബോംബെയിൽ നിന്നും നേരിട്ട് പർച്ചേസ് ചെയ്ത് ആരാണ് ഇതിന്റെ പർച്ചേസിംഗ്? ഞാൻ അപ്പം വേണിച്ചേട്ടൻ അപ്പം ഇതിന്റെ ഡിസൈനൊക്കെ പുതിയ പുതിയ ട്രെൻഡുകളൊക്കെ പഠിച്ചിട്ടാണ് മനസ്സിലാക്കി എന്തെന്ന് മനസ്സിലാക്കി അത് കൊണ്ടുവരുന്നത് കൊണ്ടാണ് ഇത്രയും
പിടിച്ച് നിൽക്കാൻ പറ്റുന്നത്. ഇപ്പം ഭയങ്കര എപ്പോഴും 2 മാസം കൂടുമ്പോൾ ഫാഷൻ ചേഞ്ച് ആവുന്നതാണ്. അപ്പോൾ തുണിയൊക്കെ ഡസ്റ്റ് സ്റ്റോക്കാവും. ആ ഡസ്റ്റ് സ്റ്റോക്ക് ആവുന്നതൊക്കെ പുതിയ ചെറിയ റേറ്റിന് കൊടുത്ത് പുതിയ വീണ്ടും കയറ്റിക്കൊണ്ട് പിന്നെ പ്രോഫിറ്റ് കുറവാണെങ്കിലും കൂടി പിടിച്ച് അത് നമ്മുടെ ജനങ്ങളെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ട്രെൻഡുകൾ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണ്? ട്രെൻഡ് വെച്ചാൽ റെഡിമെയ്ഡ് ചുരിദാർ പെൺകുട്ടികളാണ് മസാക്കലി, അനാർക്കലി, പാട്യാല. ഇപ്പം അങ്ങനെ പോകുന്നു 3/4. പിന്നെ അടുത്തൊന്നും അറിയില്ല. പിന്നെ മാറി വരുന്നതാണ് 2 മാസം 3 മാസം കൂടുമ്പോൾ ഡിസൈൻ. ഇപ്പോൾ ടി വിയിൽ സ്റ്റാർ സിംഗർ പോലത്തെ പ്രോഗ്രാം ഉണ്ട്, കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ഓരോ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നമുക്ക് വിഷമമാണ്, ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് ചേഞ്ച് ആകുമ്പോൾ സ്റ്റോക്ക് ബാലൻസ് വരും. ക്ലിയറൻസ് ചെയ്ത് പിന്നെ നീലേശ്വരത്ത് പിന്നെ ചെറിയ ഏരിയ ആണ്. എങ്കിൽ കൂടി നമ്മൾ റെഗുലറായിട്ട് കസ്റ്റമർ എപ്പോഴും അന്നും ഇന്നും ഉള്ളതുകൊണ്ട് നമ്മൾ നീലേശ്വരത്ത് എങ്ങനെ നമുക്ക് കോമ്പറ്റീഷൻ ആയിട്ട് വേറെ ആരെങ്കിലും ഇഷ്ടംപോലെ കടകളുണ്ട്. ഇത് നീലേശ്വരം തുണിക്കടയാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതലുള്ളത്. ഏകദേശം ഒരു 40 കടകളുണ്ട്, ചെറുതും വലുതായിട്ട് 40 കടകളുണ്ട്. മത്സരിച്ച് മുന്നോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. ശരിക്കും വളരെയധികം നല്ലൊരു കോമ്പറ്റീഷൻ ഉണ്ട്. ഒരുപാട് ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി എന്തൊക്കെ റേറ്റ് കറക്റ്റായിട്ട് റേറ്റ് കുറച്ചിടും. പിന്നെ നേരിട്ട് പുതിയ ഡിസൈൻ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവന്ന് നേരിട്ട് പോയിട്ട് തന്നെ കൊണ്ടുവരും. ബോംബെയിലായാലും കൽക്കത്തയിലായാലും അവിടെ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്, നേരിട്ട് തന്നെ പോയിട്ട് കൊണ്ടുവരുന്നതുകൊണ്ടും പിന്നെ സാമ്പത്തികമായിട്ട് കുറച്ച് ഉള്ളത് ഇതിൻ്റെ മുതലാളി കുറച്ചുള്ളത് കൊണ്ടും